IPS ഒക്കെ എത്ര രൂപ കൈക്കൂലി മേടിക്കും? കൈക്കൂലൊന്നും മേടിക്കൂല. കൈക്കൂലി മേടിക്കുന്നത് പോലീസ് ഗവൺമെന്റ് പറഞ്ഞത് കൈക്കൂലി മേടിക്കരുത്. അഥവാ ആരെയും കൈക്കൂലി മേടിച്ചാൽ ഓരോ പോലീസ് പിടിക്കോ? എന്നിട്ടില്ല ചേട്ടനൊന്നും പോലീസ് പിടിച്ചിട്ടില്ലല്ലോ. എവിടെ ഇരിക്കുന്നു റെഡ് ഷർട്ട് ചേട്ടൻ? ഓലെ ഇതാക്കുന്നൊന്നുമില്ല. ഓല് ഈ വില്ലേജ് ഓഫീസർ ഇല്ലേ, ഓല് താനെ പൈസ ഉണ്ടാക്കി ഒരു ധീമ കൊണ്ട് വെക്കുന്നതാണ്. ഓല് വെറുതെ എന്തോ ഒന്ന് പറഞ്ഞെന്ന് വെച്ചാൽ സത്യമായിട്ട് നിങ്ങൾ അടിക്കരുത്. അതൊന്നത് ഓല് കളവാ പറഞ്ഞേ. ആദ്യം മനസ്സിലാക്കുന്നു. നിങ്ങൾ വിചാരിച്ച ആളല്ല ആ കുത്തിക്കുന്നത്. അതെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞതല്ലല്ലോ, ആ കുട്ടിയല്ലേ പറഞ്ഞത് കൊറേ കട്ടയായിട്ട് കാശ് കൊണ്ടുവരൂന്ന്. ഞാൻ പറഞ്ഞില്ലല്ലോ. കട്ടയായിട്ട് കാശ് ഉള്ളത് അത് ആ ഇതിന് തന്നെ കൊണ്ടുവന്നിട്ട് രാവിലെ പോകുമ്പോ അവിടെ ഒരു ഇതുണ്ട്, ഇവര് പറഞ്ഞ ആ സ്ഥലം അവിടെ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് കൈക്കൂലി വലിച്ച് ആടെ കൊണ്ട് വെക്കലല്ല. അതല്ല നല്ലൊരു സ്ഥാപനക്കാരൻ്റെ അത്. അതെ അതെ, ആ ചേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കണം. എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കൈക്കൂലി മേടിക്കുന്ന ആളല്ല. കൈക്കൂലി മേടിക്കുന്ന ആളല്ല അവള്. ഇത് ചെറിയ കുട്ടിയാ. ഓനെന്തെന്ന് പറഞ്ഞെന്ന് വെച്ച് അത് ആടെ സീരിയസ് ആയിട്ട് ഈ സിനിമാക്കാരൊക്കെ കുഴപ്പമാണ്. ഞങ്ങൾ സിനിമാക്കാർക്ക് എന്താ കുഴപ്പം? കുഴപ്പമെന്ന് പറയാന് ഇപ്പൊ എനിക്ക് കഴിയൂല. കാരണം അത്രക്ക് ഉണ്ട് നിങ്ങളെ കുഴപ്പങ്ങള്. ഓഹോ, എണ്ണി പറയാൻ പറ്റാത്ത കുഴപ്പങ്ങളാ സിനിമാക്കാർക്കുള്ളത്. ഞാൻ എന്താ ഇപ്പൊ ഇവിടെ ഉള്ള സത്യങ്ങളൊക്കെ അല്ലേ പറയിപ്പിക്കുന്നത്? ഞാൻ ആരെ കൊണ്ട് നിന്നോണം പറയാറുണ്ടോ? നിങ്ങൾ നേരത്തെ എന്തായി പറഞ്ഞത്? സത്യം മാത്രം വെളിപ്പെടുത്തണോ? അങ്ങനെ പറഞ്ഞേ. അതാണ് പറഞ്ഞത്. അപ്പൊ ഞാന് ഒരു വീട്ടിലാണ്. എന്താ ആ സ്ഥലം ഒന്ന് മാറ്റിക്കൂടെ? ഇപ്പൊ ആ സ്ഥലത്തേടോ. അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞു. അപ്പൊ ഞങ്ങളെ മാത്രം ന്യായമുള്ളേ. നിങ്ങൾ വല്ലപ്പോഴും വീട് മാറിക്കൂടെന്നല്ലേ ചോദിച്ചേ? നുണ പറയാൻ ഞാൻ പറഞ്ഞായിരുന്നോ? നുണ പറയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞായിരുന്നോ നുണ പറയാൻ? പറഞ്ഞു. എപ്പോ പറഞ്ഞു? നുണ പറയാൻ ഞാൻ പറഞ്ഞില്ല. ആ സ്ഥലം ഒന്ന് മാറ്റുന്നതായിരുന്നു നല്ലതെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ നിന്ന് വീട് മാറാൻ പാടില്ലേ എന്നാ ചോദിച്ചത് ഞാൻ. അതിന്റെ അർത്ഥം ഞാൻ കണ്ടുപിടിച്ചു. അതിന്റെ അർത്ഥം അങ്ങനെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ ഞങ്ങള് എന്താ കണ്ടുപിടിക്കുക? അത് ഞങ്ങള് വെളിപ്പെടുത്തി. നിങ്ങൾ കരാട്ടക്കാരാന്നോ തോന്നിയതങ്ങ് വിചാരിക്കുവോ? വിചാരിക്കൂ. പിന്നെ അങ്ങനെ വിചാരിച്ച കൊള്ളത്തില്ലല്ലോ ഈ ചെറുപ്രായത്തില് തന്നെ. ചെറുവായോ വരുവായൊന്നൊന്നുമില്ല കരാട്ടയില്. ഓഹോ, കരാട്ടയിൽ സ്റ്റാൻഡേർഡാ. അതെനിക്ക് മനസ്സിലായി, നല്ല സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത്. ഈ കുട്ടിപ്പട്ടാളെന്ന് പറഞ്ഞ പ്രോഗ്രാം കാണാറുണ്ടോ? ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ആണ്, പക്ഷെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ആണല്ലോ. ഇച്ചിരി കൂടുതലായി പോയി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല, ഒരു ഞെട്ട് കൂടുതലാന്ന് പറഞ്ഞില്ലേ? ഒരു ഞെട്ട് കൂടുതലായിരിക്കും. അതല്ലേ നിങ്ങളെ കൊതുക്കണേ ഒരു ഞെട്ട് കൂടുതലാവും. പൈസക്ക് വേണ്ടി വരും ഇങ്ങനെ അധ്വാനിക്കുന്നു. ഞാനേ ഇവരോട് ആരോടും ഇവിടെ ഇരുന്ന് പണി നോക്കാൻ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഇവരെ എന്നെ പണി എടുപ്പിക്കുന്നതാ ഇപ്പൊ നിർത്തി. ഞാനും ഇത് ചെയ്യുന്നത് പണിയാ. അല്ലാണ്ട് ഞാൻ ഇയാൾ ഇരിക്കുന്നവരെ കാര്യം കയറ്റിയല്ലല്ലോ ഇരിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് എന്താ പണിയല്ലേ? സാമൂഹ്യ സേവനമല്ലേ? സമൂഹ സേവനം അങ്ങനെ പറയാൻ പറ്റും. എന്നിട്ട് പറയും സാമൂഹ്യ സേവനം. സമൂഹ സേവനമല്ല, സാമൂഹ്യ സേവനം. ജോലിയൊക്കെ അയക്കും. പക്ഷേ നിങ്ങൾ ഈ സിനിമയിലൊക്കെ എന്താ ചെയ്യുന്നത്? എന്തെന്നാ ചെയ്യുന്നത്? ഉദാഹരണത്തിനാ നിങ്ങൾ കല്യാണം കഴിച്ചാ അതൊരു ഒരു സിനിമാ നടന്റെ കൂടെ അഭിനയിക്കാൻ അതിനുള്ള ഫീലിംഗ് തോന്നൂലേ? അതിനുള്ള ഫീലിംഗ് ഭർത്താവിന് തോന്നൂലേ? അതൊക്കെ നിങ്ങൾ ആലോചിക്കണോ? അതൊക്കെയാണ് തിങ്ക് ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനല്ലേ. ഞാനിപ്പോ എന്തിനൊരു ഉത്തരം പറയും? ഇതെങ്ങനെ ഞാനൊന്ന് മുഴുമിപ്പിക്കും? ഈശ്വര, ഇതിന് ഉത്തരം ഒന്ന് ഉപ്പോടി ചോദിക്കട്ടെ. ഞാനൊരു ഭർത്താവേ അല്ലെന്ന്. ഒരു ഭർത്താവിന്റെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അത്? ഇപ്പൊ നിങ്ങൾ അങ്ങനെ അഭിനയിക്കുക. അപ്പൊ ഓലെ മനസ്സിൽ എന്താ തോന്നുന്നത്? എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ എങ്ങനെ അഭിനയിക്കുന്നു? നിങ്ങളിപ്പോ ഒരു സിനിമാന്റെ കൂടെ അഭിനയിക്കുക. ഞാനൊരു സിനിമാ നടന്റെ കൂടെ അഭിനയിക്കുന്നു. അപ്പൊ ഓല എന്ത് വിചാരിക്കും? ഇഷ്ടാണെന്ന് വിചാരിക്കൂലേ? അന്നേരം ഓൾക്ക് വിഷമം തോന്നൂലേ? അന്നേരം ഒരു പിരിയൂലേ? അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. എന്ത് വിഷമം? നിയമം നിങ്ങൾ സിനിമാക്കാർ നോക്കുന്നില്ല. നിയമം നോക്കാൻ അഭിനയമായിട്ടും ജീവിതമായിട്ടും കാണാൻ അറിയണം. വിവരവും ബോധവും വേണം. വിവരം നിങ്ങൾക്കാണ്, ഞങ്ങൾ പവറാണ്. പവർ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, മൂളയിൽ എന്തെങ്കിലും ഉണ്ടാവണം കേട്ടോ. മൂളയിൽ ഉണ്ട്, പക്ഷെ നിങ്ങളെ തലയിൽ കളിമണ്ണാണ്. ആയിക്കോട്ടെ, കളിമണ്ണ് വെച്ച് ഞാൻ ജീവിക്കുന്നുണ്ടല്ലോ. കളിമണ്ണ് വെച്ച് ജീവിക്കുന്നുണ്ടാവും, പക്ഷെ ബുദ്ധി ഉണ്ടായിട്ട് ബുദ്ധി ഉണ്ടാക്കി ഞങ്ങൾ ജീവിച്ചോളാം കേട്ടോ. എന്റെ പൊന്നോ, കുറച്ച് കളിമണ്ണ് വേണോ? ഞാൻ വേണമെങ്കിൽ പാഴ്സൽ ചെയ്ത് തരാം. വീട്ടിൽ കൊണ്ടുപോകാൻ പാഴ്സൽ വേണമെന്നില്ല. വീട്ടിൽ ഇപ്പനെ തന്നെ കളിമണ്ണുണ്ട്. ഇത്ര